എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും നമുക്കുള്ളവർക്കും വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നാം ദൈവത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയാണ്. നമ്മുടെ പാട്ടുകൾ പലതും പ്രാർത്ഥനയാണ്. നാം ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥനയാണ്. ദൈവം നൽകിയ നന്മകൾക്കായി നന്ദി പറയുന്നതും സ്തോത്രം ചെയ്യുന്നതും സ്തോത്ര പ്രാർത്ഥന എന്ന് പറയാം. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾ പലതും പലവിധ പ്രാർത്ഥനകളാണ്. ചെയ്തു പോയ തെറ്റുകളിൽ അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന 51 സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമാണ്. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരുന്നതിന് വേണ്ടി ഉള്ള അപേക്ഷയാണ് 89 സങ്കീർത്തനം. സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന നിരവധി സങ്കീർത്തനങ്ങൾ കാണാം. യേശു ക്രിസ്തു തനിക്ക് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ 17 അധ്യായത്തിൽ നമുക്ക് കാണാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3 അധ്യായം 16 വാക്യം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പാട്ടുകളാലും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവം മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് തമ്മിൽ പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യുക എന്നതും. അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ സകല വിശ്വാസികളിലും സകല ജനങ്ങളിലും എത്തിച്ചേരണം. ഇത് വളരെ പ്രധാനമായ വിഷയമായതിനാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5 അധ്യായം 19, 20 വാക്യങ്ങളിലും ഇത് തന്നെ കാണാം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. പ്രാർത്ഥിക്കുന്നതിനും ആത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. സങ്കീർത്തനങ്ങളും ആത്മീയ ഗീതങ്ങളും അതിന് നമ്മെ സഹായിക്കുന്നവയുമാണ്. ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് സ്വന്തം മക്കളായ നമ്മുടെ അവകാശവും ദൈവത്തിൻ്റെ ദാനവുമാണല്ലോ. അപ്പോസ്തലന്മാരും സുവിശേഷകരും എല്ലാം ധൈര്യത്തോടെ ദൈവവചനം ഘോഷിക്കുകയും അത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു വന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്നു. വലിയ വിദ്യാഭ്യാസ യോഗ്യതകളോ അറിവോ ഉണ്ടവരായിരുന്നില്ല അപ്പോസ്തലന്മാർ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം കർത്താവ് പഠിപ്പിച്ച സുവിശേഷം തമ്മിൽ പറയാൻ പോലും അവർക്ക് ശക്തരായിരുന്നില്ല. പുറത്തെ യൂദന്മാരുടെ രൂക്ഷമായ എതിർപ്പ്. ഈ സാഹചര്യത്തിലാണ് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരുശലേം വിട്ടുപോകാതെ പ്രാർത്ഥനയിലായിരിക്കാൻ കൽപ്പിച്ചത്. യെരുശലേമിൽ കൂടിയിരുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. ഈ വാഗ്ദത്തമാണ് പെന്തിക്കോസ്ത് ദിനം നടന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച അപ്പോസ്തലന്മാർ ധൈര്യവും ശക്തിയും ഉള്ളവരായി. പ്രാർത്ഥനയാണ് എല്ലാ നന്മകളുടെയും ഉറവിടം. ഇടപെടാതെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായും പ്രാർത്ഥിക്കണം. അത് ദൈവമക്കളുടെ അവകാശമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവകൃപ എല്ലാവരുടെയും മേലുണ്ടാകട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.